സോ എൻ്റെ ലൈഫിൽ മറ്റൊരു നല്ല കാര്യം എന്നോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം ഇതിനെ. ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ആലഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാധാമാധവ ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ പൊങ്കാലയുടെ ലാമ്പ് ലൈറ്റിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ കണ്ണെഴുത്തും എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ആൻഡ് സിമ്പിളായിട്ടില്ലേ, ഭയങ്കര ഒരു സിമ്പിൾ, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ ദൂരെയല്ല, ഇറ്റ്സ് വെരി നിയർ ബൈ. ലൈക്ക് എന്താ പറയുക, എപ്പോഴൊക്കെ ഞാൻ ആ റൂട്ടിലാണ് പോകുന്നത് അപ്പോഴൊക്കെ കാണുന്നൊരു അമ്പലമാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എനിക്കത് ദൂരെ ഒരു സ്ഥലത്ത് പോകുന്നു അങ്ങനെ ഒരു ഫീലല്ല കിട്ടുന്നത്. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ആസ് വെൽ. ബട്ട് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ഞാൻ അഭിനയിക്കാണ്ട് വീട്ടിലിരിക്കുമ്പോഴാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു അയ്യോ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എന്നെ വിളിച്ചില്ലല്ലോ, ഇപ്പോഴാണല്ലോ വിളിക്കുന്നത് എന്നൊരു ഇതുണ്ട് കേട്ടോ. ഇപ്പം ബിക്കോസ് ആരെങ്കിലും അവിടെ എൻ്റെ അടുത്ത് ചോദിക്കും ഇപ്പം എന്താ പുതിയ വർക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല ഞാൻ പഠിക്കുക അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ വർക്കിനെ പറ്റിയിട്ടൊക്കെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ബട്ട് യെസ്, യൂണിവേഴ്സിന് എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ടെന്ന് പറയുന്നത് എന്ത് കറക്റ്റാണ്. സോ ദോസ് ഓഫ് യു ഹു ആർ ലൈക്ക് ഓൾവേസ് എൻക്വയറിങ് അബൌട്ട് ഞാനിപ്പോൾ ഏത് വർക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, സോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഇറ്റ്സ് ലൈക്ക് ഒബ്വിയസ്ലി എനിക്ക് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഐ ബിൻ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല. ആൻഡ് ആ ഒരു റീസൺ കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ വന്ന് ഞാൻ എന്തെങ്കിലും ഒരു ഇതായിട്ട് ബിസി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ലൈക്ക് നാളെ വരണം, അല്ലെങ്കിൽ ലുക്ക് ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മോക്ക് ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് ആ ഒരു റോൾ അല്ലെങ്കിൽ അത് വേറെ ആർക്കൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഒരുപാട് കേട്ട് ആഗ്രഹിച്ച് ഓക്കെ ദിസ് ഇസ് നൈസ്, ഐ വോണ്ട് ടു ഡു ദിസ് എന്ന് തോന്നുന്ന ചില വർക്ക് നടക്കാണ്ട് പോയിട്ടുണ്ട്. ചില വർക്ക് ഞാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്, വേണ്ടാന്ന് വെച്ച് വന്നിട്ടുണ്ട്, വേറൊരു ആൾക്കാർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ യൂസ് പല ഒരുപാട് അതിൻ്റെ പുറകിൽ കുറേ ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വട്ടം നിങ്ങളോട് പറയാം. ബട്ട് എനിവേസ് എനിക്കിപ്പം പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, റൈറ്റ് നൗ ഐ എം സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് മൈ ഫാമിലി. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, എനിക്ക് PGയിൽ ഒരു എക്സാം കൂടിയുണ്ട്. സോ ഈവൻ അതിനും കൂടിയിട്ട് വേണ്ടി എൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഐ എം ക്വൈറ്റ് ബിസി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം സീ യു ഓൾ ദെയർ. അപ്പം എനിക്കറിയില്ല എന്നെ ഫോളോ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അല്ലെ എത്ര പേര് അവിടെ ഉണ്ടാവും ഇന്നെന്ന് എനിക്കറിയില്ല. എനിവേസ് ഇന്ന് പൊങ്കാല ഇടുന്ന എല്ലാ ആൾക്കാരും എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടായിരിക്കുമല്ലോ പൊങ്കാല നേരുന്നേ. അപ്പം അതെല്ലാം അവരുടെ ഫുൾഫിൽ ആവട്ടെ, അതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം. സൗത്ത് ഇന്ത്യയിൽ ആകെയുള്ളൊരു രാധാമാധവ ക്ഷേത്രമാണ്. അപ്പം പോകാനായിട്ട് വല്ലതും ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. കറക്റ്റ് 7 o'clock എന്നാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളൊരു 6 സംതിങ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ആൻറ്റീനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഇല്ല. പിന്നെ ആൻറ്റീനെയും കൂട്ടി പോയത് കൊണ്ട് ഒരു 6:55 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. കറക്റ്റ് ടൈമിന് തന്നെ നമ്മളവിടെ എത്തി കേട്ടോ. എന്നിട്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറി ഒന്ന് തൊഴുതു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനും രാധയാണ് മെയിൻ, പിന്നെ ശ്രീഭദ്ര ഉണ്ട്, ഗണപതി ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെയും രാധേനെയും ഒരു ശിലയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു കാർവ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. മുൻപൊരിക്കൽ ഞാൻ എൻ്റെ സിസ്റ്ററുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒരു പുതിയ അറിവായിരുന്നു, കേരളത്തിൽ തന്നെ ആകെയുള്ളൊരു രാധാമാധവ ക്ഷേത്രം ഇതാണെന്ന്. നല്ലൊരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേപോലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളുമായിരുന്നു. എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തുകൊണ്ടും എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതെൻ്റെ 4ാമത്തെ അമ്പലമാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ വിളക്ക് കത്തിക്കാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് പോകുന്നത്, അമ്പലങ്ങളിലേക്ക് പോകുന്നത് എന്നെ ഇങ്ങനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ട്. അപ്പം എനിക്ക് ഈ ഒരു അമ്പലം എനിക്ക് ഭയങ്കരമായിട്ടും, എനിക്ക് അവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു അപ്രോച്ച് ആണെങ്കിലും എൻ്റെ അടുത്തുള്ള ഒരു ഇതാണെങ്കിലും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ അമ്പലത്തിൽ എത്തിയ ടൈമിൽ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അയ്യോ പൊങ്കാലയൊക്കെ ഇടുന്ന ആൾക്കാർ അമ്പലത്തിൻ്റെ പുറത്താണ് പൊങ്കാല ഇടുന്നത്, അപ്പോൾ അവിടെ അങ്ങനെ ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ വെയിലൊക്കെ ആവില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അമ്പലത്തിൽ കയറി ഈ വിളക്ക് കൊളുത്തിയതിന് ശേഷം നോക്കിക്കോ ആ അറ്റ്മോസ്ഫിയർ തന്നെ ഫുള്ള് മാറി. ഈ പൊങ്കാല ഇടുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഐ ഹോപ്പ് നിങ്ങളെല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന്. അപ്പം ദാറ്റ്സ് ഇറ്റ്. പിന്നെ കുറച്ച് ഫോട്ടോ സെഷനും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്. നിങ്ങൾക്കും നല്ലൊരു ദിവസം ആവട്ടെ. അടുത്ത വീഡിയോ കാണാം. ചിൽ ദെൻ ടേക്ക് കെയർ.